പത്തനംതിട്ടയിൽ സ്കൂൾ കെട്ടിടം തകർന്നു വീണു. കടമ്പനിട്ട ഹയർ സെക്കൻഡറി സ്കൂളിലെ ഉപയോഗശൂന്യമായ കെട്ടിടത്തിന്റെ ഭാഗങ്ങളാണ് ഇന്നലെ രാത്രി തകർന്നു വീണത്. ശശിനാരായണനുണ്ട് വിവരങ്ങൾ. ചില പ്രതികരണങ്ങൾ കേൾക്കാം ഇതേക്കുറിച്ച്. ഇപ്പോൾ സർക്കാർ തലത്തിൽ എടുക്കേണ്ട തീരുമാനമാണ്. പഞ്ചായത്തിന് വാലുവേഷൻ എടുത്ത ഒരു ബിൽഡിംഗ് ആണ് ഇത് പൊളിച്ചു കളയാമെന്നുള്ളത്. സർക്കാർ തലത്തിൽ എടുക്കേണ്ട തീരുമാനമാണ്. ഇത് സർക്കാർ ബിൽഡിംഗ് ആണ്, നമുക്ക് പഞ്ചായത്തിന് അങ്ങനെ കയറി പൊളിച്ചു കളയാനോ അങ്ങനൊരു റൈറ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് സർക്കാർ എത്രയും വേഗം ഇടപെട്ട് ഇങ്ങനെയുള്ള ബിൽഡിങ്ങുകളൊക്കെ നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ പഴക്കം ചെന്ന് ഒരുപാടുണ്ട്, അത് പൊളിച്ചു മാറ്റണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ശശിനാരായണൻ ചേരുന്നു. ശശി, ഉപേക്ഷിച്ച കെട്ടിടമായിരുന്നു അല്ലേ? മഞ്ജുഷ, തീർച്ചയായിട്ടും കടമനിട്ട ഗവൺമെന്റ് ഹയർസ്കൂളിന്റെ കെട്ടിടമാണ് ഇപ്പോൾ തകർന്നു വീണത്. ആ കെട്ടിടം പഴയ കെട്ടിടമാണ്. ഏകദേശം 40 വർഷത്തോളം പഴക്കമുള്ള സ്കൂൾ കെട്ടിടമാണ്. പുതിയ കെട്ടിടം നിർമ്മിച്ച് അവിടെയാണ് കുട്ടികൾ പഠിക്കുന്നത്. അപ്പം ഈ കെട്ടിടത്തിന് ഒരു മതിൽ കെട്ടി തിരിച്ചിട്ടുമുണ്ട്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ കെട്ടിടത്തിന്റെ തൊട്ടടുത്തുള്ള സ്ഥലത്താണ് കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുകയൊക്കെ ചെയ്യുന്നത്. പകൽ സമയത്താണ് കെട്ടിടം തകർന്നു വീണ ഒരുപക്ഷെ വലിയ ഒരു അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ടായിരുന്നു. കാരണം കുട്ടികൾ കളിക്കുന്ന സമയത്ത് മഴ പെയ്യുമ്പോഴൊക്കെ ഈ പഴയ കെട്ടിടത്തിന്റെ വരാന്തയിലാണ് കയറി നിൽക്കുന്നത്. ഇന്നലെ രാത്രിയിലാണ് ഈ പഴയ കെട്ടിടം ഇടിഞ്ഞു വീണത്. അതുകൊണ്ട് ഇന്നലെ രാത്രിയിലായതുകൊണ്ട് വലിയൊരു അപകടമില്ല എന്ന് നമുക്ക് പറയാം. പക്ഷേ നേരെ മറിച്ച് പകൽ സമയങ്ങളിൽ അവിടെ സ്ഥിരമായി കുട്ടികൾ ഈ ക്രിക്കറ്റ് കളിക്കുകയും ഫുട്ബോൾ കളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഗ്രൗണ്ട് കൂടിയാണ്. ആ ഗ്രൗണ്ടിൽ സാധാരണ കുട്ടികൾ ഈ സ്കൂളിന്റെ പഴയ ഉപയോഗശൂന്യ കെട്ടിടത്തിന്റെ വരാന്തയിലൊക്കെ കയറി ഇരിക്കാറുണ്ട്. പകൽ സമയമാണെങ്കിൽ ഒരുപക്ഷെ വലിയ ഒരു അപകടം നടക്കുന്ന സാഹചര്യമാണ് ഒഴിവായത്. എന്തായാലും ഇത് പൊളിച്ചു നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് PTA പ്രസിഡന്റും പഞ്ചായത്ത് അടക്കം സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് പൊളിച്ചു നീക്കണം, ഇത് അപകടകരമായ അവസ്ഥയിലാണ്, ഈ കെട്ടിടം പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ അത് ഇതുവരെ നടപ്പായില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ കെട്ടിടം ഈ ഇന്നലത്തെ മഴയ്ക്ക് കൂടി ഇന്നലെ രാത്രിയിലാണ് തകർന്നു വേണ്ടത്. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ കെട്ടിടം 2 വർഷമായി ഉപയോഗിക്കുന്നില്ല. ഒരു കുട്ടികളോ മറ്റാരും ഇവിടെ വരുന്നുമില്ല. പക്ഷെ നിലവിൽ ഈ ഗ്രൗണ്ട് ഇതിനോട് ചേർന്ന സ്ഥലമായതുകൊണ്ട് കുട്ടികൾ കളിക്കാനെത്തുമായിരുന്നു. അത്തരത്തിൽ ഇത് ഏതെങ്കിലും തരത്തിലൊരു അപകടം ഇന്നലെ പകൽ സമയമായിരുന്നു പക്ഷേ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് അവിടുത്തെ പഞ്ചായത്തും നാട്ടുകാരും പറയുന്നത്. പക്ഷേ സർക്കാരിന്റെ ഒരു അനാസ്ഥ ഇതിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കടമനിട്ട ഗവൺമെന്റ് സ്കൂളിന്റെ പഴയ സ്കൂൾ കെട്ടിടമാണ് ഇപ്പോൾ തകർന്നു വീണിട്ടുള്ളത്. ശരി, പഞ്ചായത്ത് പറയുന്നത് പഞ്ചായത്തിന് ഇതിന് അധികാരമില്ല, അത് സ്കൂൾ മാനേജ്മെന്റ് തന്നെയാണ്, സ്കൂൾ അധികൃതരാണ് ഇക്കാര്യത്തിൽ ഈ കെട്ടിടം പൊളിച്ചു മാറ്റേണ്ടത് എന്നാണ്. ശരി, ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്.